അൾജീരിയയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ക്രൂ മെമ്പേഴ്സും 200ഓളം വരുന്ന പാസഞ്ചേഴ്സും എയർ ഫ്രാൻസിന്റെ വിമാനത്തിൽ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയായിരുന്നു. കൃത്യം 11:10 ആയപ്പോൾ അൽജിയാസ് പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ 4 ആളുകൾ വിമാനത്തിനുള്ളിലേക്ക് കടന്നു വന്നു. ഔദ്യോഗിക യൂണിഫോം ധരിച്ച് ഫ്ലൈറ്റിനുള്ളിലേക്ക് കടന്നു വന്ന ആ 4 പേരും പാസഞ്ചേഴ്സിനെ ഓരോരുത്തരെയായി ചെക്ക് ചെയ്തു തുടങ്ങി. അവരുടെ പാസ്പോർട്ടുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റിന് ഒരു സംശയം തോന്നി. സാധാരണഗതിയിൽ ഇത്രയും ആയുധങ്ങൾ ധരിച്ച് ആരും വിമാനത്തിലേക്ക് കടന്നു വരാറില്ല. അവർ ശരിക്കും സ്റ്റെൻ ഗൺ ധരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഡൈനാമൈറ്റ് അരയിൽ തൂക്കിയിട്ടുമുണ്ട്. എന്തോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുകയാണ്. ഈ അസ്വാഭാവികത തോന്നിയത് അറ്റൻഡന്റിന് പുറമെ 11:15 ആയിട്ടും വിമാനം മൂവ് ചെയ്യാത്തത് കണ്ടതിനെ തുടർന്ന് അൾജീരിയയുടെ മിലിറ്ററി ഫോഴ്സും അവരുടെ ജീപ്പ് വിമാനത്തിന് സമീപത്തേക്ക് ഓടിച്ചു തുടങ്ങി. വിമാനത്തിനുള്ളിൽ നിന്നും വിൻഡോ വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആളുകളും ആ കാഴ്ച കണ്ടു. ധാരാളം മിലിറ്ററി വാഹനങ്ങൾ വിമാനത്തിനെ വളയുന്ന കാഴ്ചയായിരുന്നു അത്. പുറത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം വിമാനത്തിനകത്തേക്ക് നോക്കിയ യാത്രക്കാർ നടുങ്ങിപ്പോയി. നേരത്തെ അവരെ പരിശോധിച്ചുകൊണ്ടിരുന്ന 4 പേരും 4 സ്ഥലങ്ങളിലായി നിന്നതിന് ശേഷം ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. തങ്ങളിവിടെ പ്രത്യേക ഇസ്ലാമിക് രാഷ്ട്രം രൂപീകരിക്കാൻ പോകുന്ന ടീമിലെ അംഗങ്ങളാണെന്നും തങ്ങൾ ഈ വിമാനം ഹൈജാക്ക് ചെയ്യുകയാണെന്നും അവർ ഉറക്കെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന 4 ഭീകരവാദികളുടെ നേതാവിന്റെ പേര് യാഹി എന്നാണ്. അവരുടെ കൈവശം പിസ്റ്റലുകളും ഗ്രനേഡുകളും മറ്റ് സ്ഫോടക വസ്തുക്കളുമുണ്ട്. പുതിയ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് യാത്രക്കാരെല്ലാവരും സഹകരിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു വൻ ദുരന്തം തന്നെ ഉണ്ടാകാൻ പോവുകയാണെന്നും തീവ്രവാദികൾ പ്രഖ്യാപിച്ച വിവരം ക്യാപ്റ്റൻ ഉടൻ തന്നെ കൺട്രോൾ ടവറിനെ അറിയിക്കുകയും കൺട്രോൾ ടവർ ആ കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. ഇത്രയും പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു തീവ്രവാദി കോക്ക്പീറ്റിനുള്ളിലേക്ക് ഇടിച്ചു കയറി. പൈലറ്റിനെയും സഹപൈലറ്റിനെയും ബന്ദിയാക്കി. മറ്റുള്ള 3 പേരും വിമാനത്തിന്റെ ഡോറുകൾക്ക് സമീപവും യാത്രക്കാരുടെ ഇടയിലും നിലയുറപ്പിച്ചു. വിമാനത്തിന് പുറത്തുള്ള മിലിറ്ററി വാഹനങ്ങളിൽ പട്ടാളക്കാർ വിമാനത്തിനുള്ളിലേക്ക് ലക്ഷ്യം വെച്ച് നോക്കി നിൽക്കുകയാണ്. വിമാനത്തിനുള്ളിൽ 220ഓളം വരുന്ന യാത്രക്കാരുള്ളത് കൊണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇതേ സമയം തന്നെ കോക്ക്പീറ്റിലിരുന്നു കൊണ്ട് ഹൈജാക്കറുടെ നേതാവും കൺട്രോൾ ടവറിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചു തുടങ്ങി. ഹൈജാക്കേഴ്സിന് പ്രധാനമായും 2 ആവശ്യങ്ങളാണുള്ളത്. അവർക്ക് പാരീസിലേക്ക് പോകുന്നതിനായി വിമാനത്തിൽ നിറയെ ഇന്ധനം നിറച്ചു കൊടുക്കണം. അത് മാത്രവുമല്ല, അവരുടെ കൂട്ടത്തിൽപ്പെട്ട 2 ആളുകൾ 2 വർഷത്തോളമായി തടങ്കലിലാണ്. അവരെയും മോചിപ്പിച്ച് കിട്ടണം. ഈ 2 കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സാഹചര്യത്തിൽ വിമാനത്തിലുള്ള ആളുകളെ വെറുതെ വിടാമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഹൈജാക്കേഴ്സിന്റെ ലീഡർ അറിയിക്കുകയും ചെയ്തു. പ്രശ്നത്തിൽ ഇടപെട്ട ഫ്രാൻസിലെ ഉന്നത അധികാരികൾ ഹൈജാക്കേഴ്സിന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുത്തുകൊണ്ട് യാത്രക്കാരെയൊക്കെ മോചിപ്പിക്കാൻ അൾജീരിയൻ മിനിസ്റ്റർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ അൾജീരിയൻ ഗവൺമെന്റ് ആകട്ടെ അവരുടെ ആവശ്യത്തിന് പൂർണ്ണമായും പിന്തുണ നൽകാത്ത ഒരവസ്ഥയിലായിരുന്നു. ഹൈജാക്കേഴ്സിനെ പിടികൂടണമെന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിന്നത്. ഇതിനിടയിൽ ടീം ലീഡർ യാഹിയ പൈലറ്റിനോട് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. റൺവേയിൽ അൾജീരിയയുടെ മിലിറ്ററി വാഹനങ്ങൾ കിടക്കുന്നതുകൊണ്ട് തന്നെ വിമാനം റൺ ചെയ്യിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം പൈലറ്റ് ആ ലീഡറിനെ അറിയിക്കുകയും ചെയ്തു. വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ലീഡർ എത്ര തവണ ആവശ്യപ്പെട്ടിട്ടും പൈലറ്റ് അത് അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ദേഷ്യം വന്ന ലീഡർ യഹിയ കോക്ക്പീറ്റിന് പുറത്തേക്കിറങ്ങി യാത്രക്കാരുടെ ഇടയിലൂടെ നടന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കോളറിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും തോക്ക് ചൂണ്ടിക്കൊണ്ട് അയാളെ വിമാനത്തിന്റെ വാതിലിന് സമീപത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അൾജീരിയൻ പോലീസ് ഓഫീസറായ വ്യക്തിയെയാണ് തീവ്രവാദികളുടെ ലീഡർ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഫ്ലൈറ്റിന്റെ മുൻഭാഗത്തുള്ള വാതിലിന് സമീപത്തേക്ക് കൊണ്ടുപോയത്. പിന്നിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഏതോ ഒരു വ്യക്തിയെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കോക്ക്പീറ്റിലുണ്ടായിരുന്ന പൈലറ്റിനും കോ പൈലറ്റിനും വ്യക്തമായില്ല. അവർക്ക് ഒരു കാര്യം മനസ്സിലായി: ഫ്ലൈറ്റിന്റെ മുൻഭാഗത്തെ വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്ന് ടീം ലീഡർ ആ പോലീസ് ഓഫീസറിന്റെ തല വാതിലിന് പുറത്തേക്ക് പിടിച്ചു തള്ളുകയും തലയിലേക്ക് വെടിയുതിർക്കുകയും ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനെ ഹൈജാക്കേഴ്സ് കൊലപ്പെടുത്തി എന്നുള്ള വിവരം പൈലറ്റിന് വ്യക്തമായി. അതുമാത്രവുമല്ല, ഫ്ലൈറ്റ് ഉടൻ ടേക്ക് ഓഫ് ചെയ്തില്ല എങ്കിൽ ഓരോ 30 സെക്കൻഡിലും ഓരോ വ്യക്തികളെ വീതം കൊലപ്പെടുത്തുമെന്നും ടീം ലീഡർ ക്യാപ്റ്റനെ അറിയിച്ചു. ക്യാപ്റ്റൻ ആ വിവരം അങ്ങനെ തന്നെ കൺട്രോൾ ടവറിനെ അറിയിക്കുകയും ചെയ്തു. ഫ്രാൻസിലും അൾജീരിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തുമൊക്കെ ചർച്ചകൾ പുരോഗമിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഹൈജാക്കേഴ്സിന്റെ ലീഡർ വീണ്ടും യാത്രക്കാരുടെ ഇടയിലേക്ക് കടന്നു കയറുകയും ഒരു വിയറ്റ്നാം പൗരനെ കൈയോടെ പിടികൂടി വാതിലിന് സമീപത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ വ്യക്തിയെയും ഹൈജാക്കേഴ്സ് കൊലപ്പെടുത്തി ഫ്ലൈറ്റിന് പുറത്തേക്ക് തള്ളുകയും ചെയ്തു. ഫ്ലൈറ്റിനുള്ളിലാകെ ഭീകര അന്തരീക്ഷം ഉയർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ യാത്രക്കാർ നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി. ഹൈജാക്കേഴ്സ് ഒരു വ്യക്തിയെ കൂടി കൊലപ്പെടുത്തിയ കാര്യം കോക്ക്പീറ്റിലുണ്ടായിരുന്ന പൈലറ്റ് ഉടൻ തന്നെ കൺട്രോൾ ടവറിനെ അറിയിച്ചു. പുറത്ത് ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഫ്ലൈറ്റിനുള്ളിൽ ഓരോ വ്യക്തികളായി കൊല്ലപ്പെട്ടു തുടങ്ങി. പുറത്തുള്ള കമാൻഡോസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ പിന്നിട്ട് രാത്രിയോടടുത്ത സമയത്ത് പുറത്തെങ്ങും ഇരുട്ട് വ്യാപിച്ചപ്പോൾ മിലിറ്ററി ഉദ്യോഗസ്ഥർ അവരുടെ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഫ്ലൈറ്റിന് നേരെ
പ്രകാശിപ്പിച്ചു തുടങ്ങി. ഇതേ സമയം തന്നെ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരു എയർബസ് കൊണ്ടുവന്നിട്ടതിനു ശേഷം എങ്ങനെ വിമാനത്തിലേക്ക് അതിവേഗം ഇരച്ചു കയറാമെന്നുള്ള പ്രാക്ടീസ് നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രാക്ടീസിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഒരു മിലിറ്ററി അറ്റാക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. രാത്രി ഏകദേശം 2 മണിയോടുകൂടി കോക്ക്പീറ്റിൽ നിന്നും പൈലറ്റ് പുറത്തേക്കിറങ്ങി. പുറത്തു കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. വിമാനത്തിനുള്ളിലുണ്ടായിരുന്ന യാത്രികർ മുഴുവനും നല്ല ഉറക്കത്തിലാണ്. കൂട്ടത്തിൽ ഹൈജാക്കേഴ്സിന്റെ കൂട്ടത്തിലുള്ള 2 പേരും തറയിൽ കിടന്ന് നല്ല ഉറക്കം. ഒരാൾ മാത്രമാണ് കാവൽ നിൽക്കുന്നത്. ടീം ലീഡർ കോക്ക്പീറ്റിനുള്ളിലുമുണ്ട്. തൊട്ടടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ഹൈജാക്കേഴ്സിന്റെ സ്വഭാവത്തിൽ കുറച്ച് അയവൊക്കെ വന്നു. സ്ത്രീകളെയും അസുഖബാധിതരെയും കുട്ടികളെയും ഒക്കെ അവർ വിമാനത്തിൽ നിന്നും മോചിപ്പിച്ചു തുടങ്ങി. എന്നാൽ അൾജീരിയൻ പൗരന്മാരാരും തന്നെ വിമാനത്തിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായില്ല. അതിന് അവർ പറയുന്ന കാരണം, അവരെല്ലാവരും വിമാനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിമാനത്തിലുള്ള ക്രൂ മെമ്പേഴ്സിന്റെ ജീവൻ തീർത്തും അപകടത്തിലാകുമെന്നുള്ളതാണ്. വൈകുന്നേരത്തോടുകൂടി വിമാനത്തിൽ നിന്നും ഏകദേശം 63ഓളം ആളുകളെ ഹൈജാക്കേഴ്സ് ഒഴിപ്പിച്ചു. ക്രൂ മെമ്പേഴ്സ് ഉൾപ്പെടെ 140ഓളം പേർ ഇനിയും വിമാനത്തിലുണ്ട്. ഇതിനിടയിൽ അൾജീരിയൻ സർക്കാർ നൈറ്റ് മിഷൻ ക്യാമറകൾ ഉപയോഗിച്ച് വിമാനത്തിനുള്ളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളെയൊക്കെ കാണുന്നതിനു വേണ്ടി ഒരു ശ്രമം നടത്തി. അക്കൂട്ടത്തിൽ യാഹിയുടെ ചിത്രം അവരുടെ ക്യാമറയിൽ തെളിഞ്ഞു. യഹിയെ മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അയാളുടെ ബയോഡാറ്റ തപ്പിയെടുക്കുകയും അയാളുടെ വീട്ടിലെത്തി അയാളുടെ അമ്മയെ കൺട്രോൾ ടവറിൽ എത്തിക്കുകയും യഹിയുമായി സംസാരിപ്പിക്കുകയും ചെയ്തു. വിമാനം ഹൈജാക്ക് ചെയ്യുന്ന ദൗത്യത്തിൽ നിന്നും യഹി പിന്മാറണമെന്ന് അയാളുടെ അമ്മ കൺട്രോൾ ടവറിൽ നിന്നും അയാളോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇത് തീർത്തും വിപരീതമായ ഒരു ഫലമാണ് അവിടെ ഉണ്ടാക്കിയത്. ദേഷ്യം വന്ന യഹി ആളുകളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി ഒരു ഫ്രഞ്ച് പൗരനെ കൈയോടെ പിടികൂടിക്കൊണ്ടുവന്ന് വിമാനത്തിന്റെ പ്രധാന വാതിലിന് സമീപത്തേക്ക് എത്തിക്കുകയും അയാളുടെ തല പിടിച്ച് പുറത്തേക്കിട്ട് അയാളുടെ തലയിലേക്ക് വെടിയുതിർക്കുകയും ചെയ്തു. ഒരു ഫ്രഞ്ച് പൗരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഫ്രാൻസിൽ അറിയുകയും പ്രധാനമന്ത്രി അൾജീരിയൻ ഭരണകൂടവുമായി സംസാരിക്കുകയും എത്രയും വേഗം ഫ്രാൻസിനെ പ്രശ്നത്തിൽ ഇടപെടാൻ സമ്മതിച്ചില്ല എങ്കിൽ മിലിറ്ററി ആക്ഷൻ എടുക്കുമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. 1 by 1 ആയി ഫ്രഞ്ച് പൗരന്മാർ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് വലിയ വിഷയമാകുമെന്ന് അൾജീരിയൻ ഭരണകൂടത്തിന് വ്യക്തമായി. ഫ്ലൈറ്റിലുള്ളതിൽ 92 പേരും ഫ്രഞ്ച് പൗരന്മാരാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് വെറുതെ നോക്കിയിരിക്കില്ല എന്ന് അൾജീരിയൻ ഭരണകൂടത്തിന് വ്യക്തമായി. ഒടുവിൽ വിമാനം വിട്ടുകൊടുക്കാൻ തന്നെ ഗവൺമെന്റ് തീരുമാനിച്ചു. റൺവേയിൽ നിന്നും ഏകദേശം 38 മണിക്കൂറുകൾ പിന്നിട്ട സമയത്താണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത നിമിഷത്തിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിക്കാണുമെന്ന് കരുതി യാത്രക്കാർ ഒരുപാട് സന്തോഷിച്ചു. ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവപ്പെട്ടത് ഹൈജാക്കേഴ്സിനാണ്. വിമാനം അതിവേഗം തന്നെ പാരീസിലേക്ക് എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ആ സമയത്താണ് വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഹൈജാക്കേഴ്സിന്റെ ലീഡറിനോട് ഒരു കാര്യം പറയുന്നത്. പാരീസ് വരെ എത്താനുള്ള ഇന്ധനം വിമാനത്തിനില്ല. ഉള്ള ഇന്ധനമൊക്കെ ഉപയോഗിച്ചാണ് കഴിഞ്ഞ 38 മണിക്കൂറും വിമാനത്തിനുള്ളിലുള്ള ലൈറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രവർത്തിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും എയർപോർട്ടിൽ അടിയന്തരമായി വിമാനം ഇറക്കേണ്ട സാഹചര്യമുണ്ടെന്നും അവിടെ നിന്നും ഇന്ധനം നിറച്ചതിനു ശേഷം മാത്രമേ പാരീസിലേക്ക് പുറപ്പെടാൻ കഴിയുകയുള്ളൂ എന്നും ക്യാപ്റ്റൻ ഹൈജാക്കേഴ്സിന്റെ ലീഡറിനെ അറിയിച്ചു. അടിയന്തരമായി തൊട്ടടുത്തുള്ള ഏതെങ്കിലും എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിക്കുന്നതിന് ഹൈജാക്കേഴ്സിന്റെ ലീഡർ യഹീനും സമ്മതിച്ചു. ഫ്രാൻസിന്റെ ബൗണ്ടറിയിൽ തന്നെയുള്ള മാഴ്സ് എന്ന എയർപോർട്ടിലേക്കാണ് വിമാനം ലാൻഡ് ചെയ്തത്. പൈലറ്റ് ഉടൻ തന്നെ എയർ ഫ്രാൻസിനെ വിവരമറിയിക്കുകയും ഗവൺമെന്റ് ഉടൻ തന്നെ അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമാവുകയും ചെയ്തു. മാഴ്സിലേക്കാണ് വിമാനം ലാൻഡ് ചെയ്തതെന്നറിഞ്ഞ നിമിഷത്തിൽ തന്നെ നേരത്തെ തന്നെ തയ്യാറായിട്ടുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം ഉടൻ തന്നെ റെഡിയാവുകയും അവരുടൻ തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതോടൊപ്പം തന്നെ പാരീസിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി കിട്ടി. പാരീസിലേക്ക് വരും വഴി ഈഫൽ ടവറിലേക്ക് വിമാനം ഇടിച്ചിറക്കുക എന്നുള്ളതാണ് ഹൈജാക്കേഴ്സിന്റെ ലക്ഷ്യമെന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമാണ് പാരീസിൽ അറിഞ്ഞത്. വിമാനം ടവറിലേക്ക് ഇടിച്ചിറങ്ങാത്ത സാഹചര്യം ഉണ്ടായാൽ വിമാനം അവിടെ വെച്ച് തന്നെ ബോംബ് വെച്ച് തകർക്കുക. അതായത് ഐഫൽ ടവറിന് മുകളിലെത്തുന്ന നിമിഷത്തിൽ തന്നെ വിമാനം ബോംബ് വെച്ച് തകർക്കാനായിരുന്നു ഹൈജാക്കേഴ്സിന്റെ ലക്ഷ്യം. പാരീസിൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ മാഴ്സലയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനം ഒരു കാരണവശാലും ടേക്ക് ഓഫ് ചെയ്യാൻ അനുവദിക്കരുതെന്നുള്ള നിർദ്ദേശം കൂടി പാരീസ് സർക്കാർ മാഴ്സലയ്ക്ക് നൽകി. ഇതേ സമയം തന്നെ വിമാനത്തിനുള്ളിൽ ഹൈജാക്കേഴ്സ് മറ്റൊരു പണി ചെയ്യുകയായിരുന്നു. വിമാനത്തിന്റെ 2 അറ്റവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വയർ വലിക്കുകയും വയറിന്റെ എല്ലാ ഭാഗത്തും ബോംബ് ഘടിപ്പിക്കുകയും ചെയ്തു. വിമാനം മുഴുവൻ ബോംബ് ഘടിപ്പിച്ച നിലയിലാണ് മാഴ്സല എയർപോർട്ടിൽ അതിരാവിലെ വിമാനം ലാൻഡ് ചെയ്തത്. ഇതേ സമയം തന്നെ എയർപോർട്ടിൽ ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥർ നിരക്കുകയും ചെയ്തു. കൺട്രോൾ ടവറിൽ നിന്നും വ്യക്തമായ നിർദ്ദേശങ്ങളും നൽകി തുടങ്ങി. കൺട്രോൾ ടവറിൽ നിന്നും പൈലറ്റിന് പ്രത്യേക നിർദ്ദേശം കിട്ടി. ഒരു കാരണവശാലും മറ്റുള്ള വിമാനങ്ങളുടെ അടുത്തേക്ക് ഈ വിമാനം ലാൻഡ് ചെയ്യിക്കരുതെന്നുള്ളതായിരുന്നു പൈലറ്റിന് കിട്ടിയ നിർദ്ദേശം. റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ വിമാനം ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശവും കൂട്ടത്തിൽ ലഭിച്ചു. അതിരാവിലെ 3:30 തന്നെ വിമാനം മാഴ്സലയിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് ആകെ കാണാനാവുന്നത് വിമാനത്തിന് പുറത്തേക്കുള്ള പ്രകാശം മാത്രമാണ്. അതോടൊപ്പം തന്നെ വിമാനത്തിനെ അനുഗമിച്ചുകൊണ്ട് മുൻപിൽ കൂടി പോകുന്ന ഒരു വാഹനവും. വിമാനം പതുക്കെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്തതായുള്ള വിവരമാണ് ഹൈജാക്കേഴ്സിനും അകത്തുള്ള പാസഞ്ചേഴ്സിനും ലഭിച്ചിരിക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്ത നിമിഷത്തിൽ തന്നെ ടീം ലീഡർ പൈലറ്റിനോട് ഒരു കാര്യം പറഞ്ഞു. 27 ടൺ ഇന്ധനം നിറയ്ക്കണമെന്നുള്ളതായിരുന്നു അയാൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഫ്രാൻസിലേക്ക് പോകുന്നതിനായി
9 ടൺ ഫ്യൂവൽ മാത്രമാണ് വേണ്ടിവരുന്നത്. യാഹിയുടെ നിർദ്ദേശം പൈലറ്റ് ഉടൻ തന്നെ കൺട്രോൾ ടവറിനെ അറിയിച്ചു. കൺട്രോൾ ടവറിൽ വിവരമറിഞ്ഞ നിമിഷത്തിൽ തന്നെ അത് ഈഫൽ ടവർ തകർക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്നുള്ള കാര്യം സർക്കാരിനും വ്യക്തമായി. രാവിലെ 8 മണിയായിട്ടും വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നില്ല എന്നുള്ള കാര്യം ടീം ലീഡറിന് വ്യക്തമായി. അയാൾ അവസാന നിർദ്ദേശവും പൈലറ്റിന് നൽകി. 9:30 മണിയോടുകൂടി വിമാനം ടേക്ക് ഓഫ് ചെയ്തില്ല എങ്കിൽ മുഴുവൻ ആളുകളെയും ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു അയാൾ നൽകിയ ഭീഷണി. ഫ്ലൈറ്റ് ഇത്രയും സമയം ഉപയോഗത്തിലിരിക്കുകയായതുകൊണ്ട് തന്നെ അതിന്റെ ടോയ്ലറ്റൊക്കെ വൃത്തികേടായിട്ടുണ്ടെന്നും അവയൊക്കെ ക്ലീൻ ആക്കുകയും ഫ്ലൈറ്റിലുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവയൊക്കെ നൽകണമെന്നും പൈലറ്റ് ഹൈജാക്കേഴ്സിന്റെ ലീഡറിനെ അറിയിച്ചു. ടീം ലീഡർ യഹിയ അത് സമ്മതിക്കുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഫ്ലൈറ്റിനകത്തുള്ള ടോയ്ലറ്റും മറ്റും ക്ലീൻ ചെയ്യുന്നതിനായി ചില സ്റ്റാഫുകളൊക്കെ പുറത്തുനിന്നും വിമാനത്തിനുള്ളിലേക്ക് കയറി. ക്ലീനേഴ്സിന്റെ വേഷം ധരിച്ച് യഥാർത്ഥത്തിൽ എത്തിയത് കമാൻഡോസ് തന്നെയായിരുന്നു. അതിനൂതനമായ പല എക്യുപ്മെന്റ്സുമായിട്ടായിരുന്നു കമാൻഡോസ് വിമാനത്തിനുള്ളിലേക്ക് കയറിയത്. അവരുടെ കൈവശം ചെറിയ ചെറിയ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ നേരിയ ശബ്ദം പോലും പിടിച്ചെടുക്കാൻ ശേഷിയുള്ള തരം ഓപ്പറേറ്റിംഗ് മെഷീൻസും ഒക്കെ ഉണ്ടായിരുന്നു. വിമാനത്തിനുള്ളിലേക്ക് കയറിയ വേഷം കെട്ടിയ കമാൻഡോസ് വിമാനത്തിന്റെ മുക്കും മൂലയും ഒക്കെ വൃത്തിയാക്കി തുടങ്ങി. അവർ യഥാർത്ഥത്തിൽ വിമാനത്തിൽ കയറി ശബ്ദ ശ്രവണ സംവിധാനങ്ങൾ വിമാനത്തിന്റെ മുക്കിലും മൂലയിലുമൊക്കെ ഘടിപ്പിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കാര്യങ്ങൾ പരമാവധി ഡിലേ ചെയ്യുക എന്നുള്ളതായിരുന്നു കമാൻഡോസിന്റെ ലക്ഷ്യം. ഇതിനിടയിൽ ഹൈജാക്കേഴ്സിന്റെ ലീഡറിന് കടുത്ത ദേഷ്യമുണ്ടാവുകയും അയാൾ അസ്വസ്ഥനാകുകയും ദേഷ്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും അതാരും അത്ര കാര്യമാക്കിയില്ല. 38 മണിക്കൂറിൽ പരം സമയം ഉപയോഗിച്ച ഒരു വിമാനം ഇതിൽ കൂടുതൽ നന്നായി ഭംഗിയായി വൃത്തിയാക്കണമെങ്കിൽ ആളുകളൊക്കെ ഇറങ്ങിത്തരേണ്ട ആവശ്യമുണ്ടെന്ന് പോലും കമാൻഡോസ് പറഞ്ഞു. എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ പറഞ്ഞ കാര്യത്തിന് വഴങ്ങിക്കൊടുക്കുക മാത്രമായിരുന്നു ഹൈജാക്കേഴ്സിനും ചെയ്യാൻ കഴിയുക. ഇതിനിടയിൽ ടീം ലീഡർ പൈലറ്റിന്റെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് വിമാനം എത്രയും വേഗം കൺട്രോൾ ടവറിന് സമീപത്തേക്ക് കൊണ്ടുപോയി ലാൻഡ് ചെയ്യിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കൺട്രോൾ ടവറിൽ നിന്നും ഒരുപാട് അകലെയാണ് ഇപ്പോൾ വിമാനം ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഗത്യന്തരമില്ലാതെ പൈലറ്റ് വിമാനം പതിയെ റൺ ചെയ്യിക്കുകയും കൺട്രോൾ ടവറിന് സമീപം കൊണ്ടുപോയി ലാൻഡ് ചെയ്യിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ വിമാനത്തിന് സമീപത്തൊക്കെ നിരവധി മറ്റു വിമാനങ്ങളും കിടക്കുകയാണ്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഹൈജാക്കേഴ്സ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ വൻ ദുരന്തമാണ് രാജ്യം നേരിടാൻ പോകുന്നത്. ഇതിനിടയിൽ പുറത്തുണ്ടായിരുന്ന ടാസ്ക് ഫോഴ്സും അവരുടെ ഓപ്പറേഷൻ സ്ഥാനം പഴയ സ്ഥാനത്തു നിന്ന് മാറ്റുകയും കൺട്രോൾ ടവറിന് സമീപത്തേക്കാക്കുകയും പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. കൺട്രോൾ ടവറിന് മുകളിലും നിരവധി പട്ടാളക്കാരെ അണിനിരത്തുകയും ചെയ്തു. കൃത്യമായും കോക്ക്പിറ്റിനുള്ളിലേക്കാണ് കൺട്രോൾ ടവറിന്റെ മുകളിൽ നിൽക്കുന്ന സൈനികന്റെ കൈവശമിരിക്കുന്ന തോക്ക് ലക്ഷ്യം വെക്കുന്നത്. വൈകുന്നേരം 5 മണിയായിട്ടും വിമാനത്തിനുള്ളിൽ ഇന്ധനം നിറയ്ക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കോപാകുലനായ ടീം ലീഡർ യഹിയ അതിവേഗം തന്നെ ക്രൂ മെമ്പേഴ്സിൽ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയെ വലിച്ചിഴച്ച് വിമാനത്തിന്റെ വാതിലിന് നേരെ നടക്കുകയും അയാളെ കൊലപ്പെടുത്താൻ പോവുകയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ക്രൂ മെമ്പറിനെ വാതിലിന് സമീപത്തേക്ക് എത്തിച്ചെങ്കിലും വാതിൽ തുറന്നതിന് ശേഷം കൺട്രോൾ ടവറിന് നേരെ ചൂണ്ടി തുരുതുര വെടിവെക്കുകയാണ് ഹൈജാക്കർ ചെയ്തത്. ടീം ലീഡർ അങ്ങനെ ചെയ്യുന്നത് കണ്ട് ബാക്കിയുണ്ടായിരുന്ന ഹൈജാക്കേഴ്സും കൺട്രോൾ ടവറിന് നേരെ നിറയൊഴിച്ചു തുടങ്ങി. പ്രൈം മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും കൺട്രോൾ ടവറിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമെത്തി. എല്ലാ പരിപൂർണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്തുകൊള്ളാമെന്നും വിമാനം ഒരു കാരണവശാലും മാഴ്സലയിൽ നിന്ന് പൊങ്ങാൻ അനുവദിക്കരുതെന്നും ഹൈജാക്കേഴ്സിനെ ഏത് വിധേനയും തറ പറ്റിക്കണമെന്നുമായിരുന്നു ടാസ്ക് ഫോഴ്സിന് നിർദ്ദേശം ലഭിച്ചത്. 30 പേരടങ്ങുന്ന കമാൻഡോസിനെയാണ് വിമാനത്തിന് ചുറ്റും അണിനിരത്തിയിരിക്കുന്നത്. അവരെ 3 ടീമുകളായി തിരിച്ച് വിമാനത്തിനുള്ളിലേക്ക് അറ്റാക്ക് നടത്താനുള്ള നിർദ്ദേശമാണ് കൺട്രോൾ ടവറിൽ നിന്നും പുറപ്പെടുവിച്ചത്. 11 പേരുള്ള ഒരു ടീമും 8 പേരുള്ള 2 ടീമുമാക്കിയാണ് ആളുകളെ തിരിച്ചത്. 11 പേരുള്ള ഒരു ടീം ഒരു ഏണിയുമായി നേരെ വിമാനത്തിന്റെ പുറകുവശത്തെ വാതിലിന്റെ അവിടെ എത്തി. രണ്ടാമത്തെ ടീം പുറകുവശത്ത് തന്നെ മറുഭാഗത്തുള്ള വാതിലിന് സമീപമെത്തി. എയർബസ് 30ക്കുള്ള ഗുണം പിൻഭാഗത്ത് 2 വശത്തും വാതിൽ ഉണ്ടെന്നുള്ളതാണ്. 2 ഭാഗത്തും 11 പേർ വീതമുള്ള ടീം ഏണിയുമായിട്ട് ഓടി വരിക. മുൻഭാഗത്തെ ഇടതുവശത്തെ വാതിലിലേക്ക് 8 പേരടങ്ങുന്ന ടീം ഓടിയെത്തുക. ഇതാണ് കണ്ടീഷൻ. ചുറ്റും വെടിവെച്ചുകൊണ്ട് നിന്ന യാഹിയും ടീമും അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരേണി അവരുടെ നേരെ ഇങ്ങനെ നീങ്ങി വരികയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ മറുവശത്തു നിന്നും മുൻവശത്തു നിന്നും ഓരോ ഏണികൾ വരുന്ന കാഴ്ചയാണ്. 3 ഭാഗത്തും 3 ഏണികൾ സ്റ്റെയർ കേസുകൾ അവരുടെ നേരെ വരികയാണ്. സ്വാഭാവികമായും സ്റ്റെയർ കേസിന് പിന്നിൽ ആയുധധാരികളായ ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധിക സമയം വേണ്ടി വന്നില്ല. അവർ തുരുതുര വെടിവെച്ച് തുടങ്ങി. വെടിവെക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇവരുടെ 3 പേരുടെയും ടീമുകൾ ഈ പ്ലെയിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരു പറ്റി. ഇവർ നേരത്തെ ഒരു എയർബസ് വെച്ചിട്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിലുള്ള എയർബസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വാതിൽ കുറച്ച് താഴ്ചയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവച്ച സ്റ്റെയർ കേസ് ഉറപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം ബോധ്യമായത്. ഇനിയും പല സ്റ്റെപ്പുകൾ കൂടി കയറിയെങ്കിൽ മാത്രമേ വാതിലിലെത്തൂ എന്നുള്ളത്. തുരുതുര വെടിവെപ്പ് നടക്കുന്ന സമയത്താണ്
മുകളിലെ അറ്റം വരെ എത്താത്ത ഏണിയുമായാണ് തങ്ങൾ എത്തിയതെന്നുള്ള കാര്യം കമാൻഡോസിന് മനസ്സിലാകുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആള് കയറുമ്പോഴും വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോഴും വിമാനം ഒന്ന് പൊക്കി വെക്കുന്ന പതിവുണ്ട്. ഇവിടെയും അങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കമാൻഡോസ് കൊണ്ടുവന്ന ഏണി അവിടെ ഫിറ്റ് ചെയ്യാൻ കഴിയാതെ പോയത്. ആ ഒരു കയ്യബദ്ധം കാരണം നിരവധി പേർക്കാണ് ഭീകരന്മാരുടെ വെടിയേറ്റത്. ഒരു ഭാഗത്തുള്ള പട്ടാളക്കാർക്ക് വെടിയേറ്റെങ്കിലും ഇടതും വലതും ഭാഗത്തുകൂടി ഏണിയുമായി എത്തിയ ഭടന്മാർക്കൊന്നും വെടിയേറ്റില്ല. അവിടെയാണ് ഭീകരന്മാർക്ക് വലിയൊരു തെറ്റ് പറ്റിയത്. അവർക്കറിയില്ലായിരുന്നു പുറത്തുനിന്നും വാതിൽ തുറക്കാൻ കഴിയുമെന്നുള്ളത്. അകത്തുനിന്നും പൂട്ടിയിരുന്നാൽ ഒരു കാരണവശാലും പുറത്തുനിന്ന് തുറക്കാൻ കഴിയില്ല എന്നാണ് അവർ ധരിച്ചിരുന്നത്. പുറത്തുനിന്ന് രണ്ടു വശത്തു നിന്നും വാതിൽ തുറന്ന് അതിവേഗത്തിൽ തന്നെ വിമാനത്തിന്റെ ആ ഭാഗത്തേക്ക് ചാടിക്കയറിയ ഇരുവശത്തു നിന്ന പട്ടാളക്കാർ അകത്തേക്ക് നിറയൊഴിച്ചു തുടങ്ങി. തലയുടെ പിന്നിലേക്ക് കൈകൾ വെച്ചതിന് ശേഷം സീറ്റിലേക്ക് കമിഴ്ന്നു കിടന്നുകൊള്ളാൻ യാത്രക്കാർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. പട്ടാളക്കാരുടെ നിർദ്ദേശം കേട്ട ഉടൻ തന്നെ യാത്രക്കാരെല്ലാം അവരവരുടെ സീറ്റിൽ കമിഴ്ന്നു കിടക്കുകയും ചെയ്തു. 140ഓളം വരുന്ന യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും തലയിൽ കൈവച്ച് സീറ്റിൽ കമിഴ്ന്നു കിടന്നു തുടങ്ങി. തുരുതുരാ വെടിവയ്പ്പാണ് പിന്നീട് നടന്നത്. ഇതിനിടയിൽ കൺട്രോൾ ടവറിന് മുൻപിൽ നിലയുറപ്പിച്ചിരുന്ന സൈനികർ കോക്ക്പീറ്റിൽ ലക്ഷ്യം വെച്ച് വെടിവെക്കുകയും ചെയ്തു. അതിനുള്ളിൽ ക്യാപ്റ്റനും പുറമെ സഹ പൈലറ്റ് കൂടി ഉണ്ടായിരുന്നു. കോക്ക്പീറ്റിനുള്ളിലുണ്ടായിരുന്ന ടീം ലീഡറെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു കൺട്രോൾ ടവറിലുണ്ടായിരുന്ന സൈനികർ വെടിയുതിർത്തത്. ഈ സമയം പൈലറ്റും സഹ പൈലറ്റും മുൻഭാഗത്തെ വിൻഡോ തള്ളി തുറന്ന് അതിലൂടെ പുറത്തേക്ക് ചാടി. ഈ സമയത്ത് വേണമെങ്കിൽ ഹൈജാക്കേഴ്സിന്റെ ലീഡറിന് പൈലറ്റിനെയും കോ പൈലറ്റിനെയും വെടിവെക്കാമായിരുന്നു. എന്നാൽ അയാൾ അത് ചെയ്യാതെ കൺട്രോൾ ടവറിന് നേരെയാണ് വെടിയുതിർത്തത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ടീം ലീഡർ യഹീൻ മരിച്ചു വീണു. വിമാനത്തിനുള്ളിൽ നടന്ന 20 മിനിറ്റോളം നീളുന്ന വെടിവെപ്പിനൊടുവിൽ ഏതാനും നിമിഷങ്ങൾക്കകം കമാൻഡോസിന് ഒരു കാര്യം വ്യക്തമായി. ബാക്കിയുണ്ടായിരുന്ന 3 ഹൈജാക്കേഴ്സും മരിച്ചു വീണിരിക്കുകയാണ്. കൂട്ടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 22ഓളം ആളുകൾക്കും കയ്യിലും കാലുകളിലുമൊക്കെ വെടിയേറ്റിട്ടുണ്ട്. വിമാനത്തിനകം മുഴുവൻ മാംസകഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. 20 മിനിറ്റോളം നടന്ന വെടിവെപ്പിനൊടുവിൽ സൈനികർ പാസഞ്ചേഴ്സിനിടയിലും ആളുകളെ തിരഞ്ഞു. ആ കൂട്ടത്തിലെങ്ങാനും ഹൈജാക്കേഴ്സ് ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളതായിരുന്നു സൈനികരുടെ സംശയം. പാസഞ്ചേഴ്സിൽ നിരവധി പേർക്കാണ് വെടിയേറ്റിരിക്കുന്നത്. വിമാനത്തിനുള്ളിലെ പുകയൊക്കെ അടങ്ങിയ സമയത്ത് ആളുകളെ ഓരോരുത്തരെയായി വിമാനത്തിന് പുറത്തേക്ക് എത്തിച്ചു. എല്ലാവരെയും കൺട്രോൾ ടവറിലെത്തിച്ച് വിശദമായ പരിശോധന നടത്തിയ ശേഷം ആശുപത്രികളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വിമാനത്തിന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ചാടിയ പൈലറ്റും സഹ പൈലറ്റും കൈകാലുകൾ ഒടിഞ്ഞ് ആശുപത്രിയിലുമായി. മിലിറ്ററിയുടെ വലിയൊരു വിജയമായിട്ടാണ് ഇത് പാരീസിൽ ആഘോഷിക്കപ്പെട്ടത്. നേരത്തെ വിമാനത്തിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നിട്ടും ക്രൂ മെമ്പേഴ്സിനെ ഉപേക്ഷിച്ചു പോകാതെ അവർക്കൊപ്പം യാത്ര തുടർന്ന അൾജീരിയേഴ്സിനും ഗവൺമെന്റ് പ്രത്യേക നന്ദി അറിയിച്ചു.